യൂറോപ്പിലെ ഒരു ചെറു രാജ്യം, റുമേനിയയും ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. റഷ്യ അനുകൂലിക്കുന്ന പാർട്ടിയും യൂറോപ്പിനെ അനുകൂലിക്കുന്ന പാർട്ടിയും തമ്മിലായിരുന്നു പ്രധാന മത്സരം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്ന് യൂറോപ്പും, എന്നാൽ യൂറോപ്പ് ഈ ചെറു രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് റഷ്യയും ആരോപിച്ച തെരഞ്ഞെടുപ്പ്. അതെ, പറഞ്ഞു വരുന്നത് മാൾഡോവ എന്ന ചെറു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്കാണ്. 25 ലക്ഷം പേർ താമസിക്കുന്ന 101 അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വരുമ്പോൾ അവിടെ യൂറോപ്യൻ യൂണിയനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന നിലവിലെ പ്രസിഡന്റായ മായ സാൻഡോവിന്റെ പാർട്ടി ഭൂരിപക്ഷം നേടി. 52% വോട്ടുകൾ നേടി. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ, മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. റഷ്യ അനുകൂല പാർട്ടിയായ പാട്രിയോട്ടിക് പാർട്ടി പരാജയപ്പെട്ടു. ഇതോടുകൂടി തന്നെ റഷ്യ വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുമെന്ന് നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഭയക്കുന്നു. അതിന് കാരണം ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പോകുന്നതിനെയാണ് റഷ്യ എതിർത്തിരുന്നത്. അതിന്റെ പേരിലായിരുന്നു യുദ്ധം ആരംഭിച്ചത്. ഇപ്പോൾ ഉക്രൈനോട് തന്നെ ചേർന്ന് കിടക്കുന്ന റഷ്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യം, ആ രാജ്യം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ ചേരുന്നതിനെ അനുകൂലിക്കുന്ന പാർട്ടിക്ക് വലിയ വിജയം നൽകിയിരിക്കുന്നു. ഇത് ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കാരണം നിലവിൽ റഷ്യ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗവും ഈ ചെറുദ്വീപിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശം. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ ഉക്രൈനിൽ കഴിഞ്ഞ ദിവസം കനത്ത ആക്രമണം റഷ്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ടാങ്കുകൾ ഇപ്പോൾ യുക്രൈനിലേക്ക് നീങ്ങി തുടങ്ങി എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. ഡെൻമാർക്കിലും നോർവേയിലും കൂടുതൽ റഷ്യൻ ഡ്രോണുകൾ കണ്ടതോടെ ഡെൻമാർക്കിലെ എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.